ഹായ് ഓൾ, എല്ലാവർക്കും വിനുയുടെ സിനിമാ കൊട്ടയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിറഞ്ഞ സ്വാഗതം. നമ്മളിൽ എല്ലാവരും തന്നെ ചെറുപ്പകാലത്ത് നമ്മുടെ സ്കൂൾ പഠനകാലത്തൊക്കെ വലിയ വായനാശീലം ഉള്ളവരായിരിക്കാം. പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ശീലങ്ങളിൽ ആദ്യത്തേത് വായന തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളോ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ആദ്യത്തെ ശീലം വായനയായിരിക്കും. വായന ഒരു ഹരമായി കൊണ്ടിരുന്ന കാലത്ത് നമ്മൾ ലൈബ്രറികളിലും കിട്ടുന്ന എല്ലായിടത്തും ബുക്കുകൾ മേടിച്ച് വായിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിൽ എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും 1897 ബ്രാം സ്റ്റോക്കർ രചിച്ച ഡ്രാക്കുള എന്ന കഥ. ഈ ഒരു നോവലിലൂടെ കപ്പാർത്തിയ മലനിരകളും ജോനാഥനും ഡ്രാക്കുള പ്രഭുവും മീന ഹാർക്കറും വാൻ ഹെൽസിംഗും എല്ലാം നമ്മുടെ ജനമനസ്സുകളിൽ ഇടം നേടിയിരുന്നു. നോവലിൻ്റെ ആദ്യത്തെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു 1922 പുറത്തിറങ്ങിയ നോസ്ഫെറാറ്റു എന്ന ചിത്രം. പിന്നീട് വിവിധ രാജ്യങ്ങളിലായി 100-ലധികം ചിത്രങ്ങൾ ഡ്രാക്കുളയുടേതായി പുറത്തു വന്നെങ്കിലും നോസ്ഫെറാറ്റു ഗംഭീര അഭിപ്രായം നേടി അന്നും ഇന്നും നിലനിൽക്കുകയാണ്. 1922 ഇറങ്ങിയിട്ടുള്ള ഡ്രാക്കുള ചിത്രങ്ങളിൽ നിന്ന് നോസ്ഫെറാറ്റുവിനെ മാറ്റി നിർത്തുന്നത് ഇത് മീന ഹാർക്കറിലൂടെയാണ് കഥ പറയുന്നത്. മീന ഹാർക്കറായി വരുന്നത് എലൻ എന്ന കഥാപാത്രം. മീന ഹാർക്കർ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കഥാപാത്രങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് പഴയ കഥാപാത്രങ്ങൾ അതിൻ്റെ പുതിയ പേരുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ചിത്രം എലൻ്റെ കണ്ണിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ചിത്രം ഈ വർഷത്തെ ഓസ്കർ നോമിനേഷനുകൾ 5 എണ്ണമാണ് നേടിയിരിക്കുന്നത്.